ഹായ് ഫ്രണ്ട്സ്, ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനാണ്. അങ്ങനെ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കീം MBBS അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് നമ്മുടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു വിജ്ഞാപനം, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് MBBS അഡ്മിഷന് മാത്രം ഉള്ളതല്ല, കേരളത്തിലെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് കോളേജുകളിലേക്കുള്ള MBBS, BDS, BAMS, BHMS, BUMS അടക്കമുള്ള കംപ്ലീറ്റ് മെഡിക്കൽ കോഴ്സുകളും ശേഷം അല്ലീഡ് കോഴ്സുകളിലേക്ക്, അതായത് ഫോറസ്ട്രി, എൻവയോൺമെന്റൽ സയൻസ് പോലെയുള്ള ഒരുപാട് കീമിലൂടെ നീറ്റ് സ്കോർ അടിസ്ഥാനമാക്കി അഡ്മിഷൻ നടക്കുന്ന എല്ലാ കോഴ്സുകളിലേക്കുമുള്ള കംപ്ലീറ്റ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു നോട്ടിഫിക്കേഷനാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയ, നോക്കൂ, നീറ്റ് എക്സാം എഴുതി അതിലൂടെ കേരളത്തിലെ കീം മുഖേന അഡ്മിഷൻ നടക്കുന്ന, നമ്മുടെ കേരളത്തിലുള്ള MBBS അടക്കമുള്ള ഏത് കോഴ്സ് എടുത്താലും അതിൻ്റെ വലിയൊരു ശതമാനം, അതിൻ്റെ 85% നിങ്ങൾക്ക് കീമിലൂടെയാണ്, കേരള കോട്ടയിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷനിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീറ്റ് എക്സാമിലൂടെ ഏത് കോഴ്സിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിലും നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാർക്കും സ്കോറും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ കുട്ടികളാണ്, ഇനി നിങ്ങൾ ആ മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് 2025-26 അധ്യയന വർഷം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ സ്റ്റേറ്റ് കോട്ട സീറ്റ്, അതാണ് ഞാൻ പറഞ്ഞ 85% സീറ്റ്. ഓക്കെ, സ്വയാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ NRI കോട്ട, മൈനോറിറ്റി കോട്ട ഉൾപ്പെടെ എല്ലാ കോട്ടയും ഉൾപ്പെടെ മുഴുവൻ MBBS സീറ്റുകളിലേക്കും ഒക്കെ അലോട്ട്മെന്റിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രവേശനം NTA ലഭ്യമാക്കിയിട്ടുള്ള നമ്മുടെ നീറ്റ് UG 2025 സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകീകൃത കൗൺസിലിംഗ് വഴിയായിരിക്കും നടക്കുന്നത്. ഒന്നുമില്ല, ആദ്യം തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റാണ് അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഈ വന്നിട്ടുള്ളത്. ഓക്കെ, നൗ ഇത് MBBSന് മാത്രമല്ല എന്നവർ പറയുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, BUMS എന്നീ കോഴ്സുകളിലെയും BSc അഗ്രികൾച്ചറിന്റെ വലിയൊരു ശതമാനം സീറ്റ് നിങ്ങൾക്ക് കീമിലൂടെയാണ് കിട്ടാൻ പോകുന്നത്. ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ബാങ്കിങ്, BSc അഗ്രികൾച്ചറൽ ബിസിനസ് മാനേജ്മെന്റ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BTech ഇൻ ബയോടെക്നോളജി അണ്ടർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന BTech ഇൻ ബയോടെക്നോളജി അടക്കമുള്ള മുഴുവൻ കോഴ്സുകളിലേക്കും പ്രവേശനം നീറ്റ് UG സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശന കമ്മീഷണർ തയ്യാറാക്കുന്ന റിസൾട്ടിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കുട്ടികളെ? നോക്കൂ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംസ്ഥാന റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിലേക്ക് വിദ്യാർത്ഥികൾ അവരവരുടെ നീറ്റ് UG പരീക്ഷാഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായി സമർപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൺലൈനായി സമർപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇത് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്നാണെന്ന് അറിയാമോ? 21-ാം തീയതി, അതായത് 21/7/2025 11:59 മുൻപ് നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അവർ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ CEEkerala.gov.in. ഓക്കെ, ഈ ഒരു സൈറ്റിൽ CE.kerala.gov.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിങ്ങൾ പ്രവേശിക്കുക. അപ്പോൾ ആ സൈറ്റ് ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായി തന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് വെച്ചിട്ട് ഹോം പേജിൽ എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന മെനുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും അതിൽ നിങ്ങളുടെ 2025 റോൾ നമ്പർ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൃത്യമായിട്ട് നൽകുകയും ചെയ്യുക. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങളുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്.
പുറത്ത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കോർ കാർഡൊക്കെ കിട്ടുന്നു. നീറ്റ് UG സ്കോർ കാർഡ് അത് വെരിഫൈ ചെയ്യുക. അതിൽ വിദ്യാർത്ഥിയുടെ പേര്, നിങ്ങളുടെ പേര്, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, നീറ്റ് UG പേഴ്സൻറ്റൈൽ സ്കോർ, ഓൾ ഇന്ത്യ റാങ്ക് തുടങ്ങിയവ സ്ക്രീനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഓക്കെ, അപ്പോൾ ഈ ഒരു വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൂർണ്ണമായിട്ട് പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നോക്കൂ, നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് ഒരു 21-ാം തീയതി കഴിഞ്ഞ ഒരാഴ്ചക്കകം നിങ്ങൾക്ക് കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തിനകം നിങ്ങളിത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ, നിശ്ചിത സമയത്തിനകം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓൺലൈനായി തന്നെ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തുകയില്ല എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ പാരൻസിൻ്റെയോ മറ്റോ ഒക്കെ പേരിലൊക്കെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അതിൽ കാണുന്ന, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസിലൊക്കെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അസ്പർ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാവാൻ സാധ്യതയില്ല എന്നും, പിന്നീട് നിങ്ങൾ അഡ്മിഷന് കോളേജുകളിലൊക്കെ പോകുമ്പോൾ അതൊരു വെരിഫൈ ചെയ്യപ്പെടുന്നൊക്കെയാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് അവരവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സിലേക്ക്, ഈ പറയുന്ന എല്ലാ കോഴ്സിനും അതിൻ്റെതായ പോസിബിലിറ്റീസ് ഉള്ള അനേകം കോഴ്സുകളുണ്ട്, സാധ്യതകളുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഡാറ്റയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ 21-ാം തീയതിക്ക് വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ മാക്സിമം ഇന്ന് നാളെയൊക്കെ ആയി തന്നെ ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ഇതറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.